celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. അമേരിക്കാന കോൺഫറൻസ് റിസോർട്ട് സ്പാ ആൻഡ് വാട്ടർ പാർക്ക് നയഗ്ര ഫോൾസ് ഒണ്ടാരിയോ കാനഡയിൽ വെച്ച് നടത്തപ്പെട്ട അമേരിക്കൻ മലങ്കര അതിഭദ്രാസന 35ാമത് കുടുംബമേളയ്ക്ക് സമാപനം കുറിച്ചു. വിശ്വാസ തീഷ്ണതയിൽ അടിയുറച്ച സഭാവിശ്വാസത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും മഹത്വം വിളിച്ചോതി തികച്ചും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടത്തപ്പെട്ട യൂത്ത് ആൻഡ് ഫാമിലി കോൺഫറൻസ് പുതുമയാർന്ന ആശയങ്ങൾ കൊണ്ടും ആത്മീയത നിറഞ്ഞുനിന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ടും ഏറെ സമ്പന്നമായിരുന്നു. അതിഭദ്രാസനത്തിന്റെ ആർച്ച് ബിഷപ്പും പത്രിയാർക്കൽ വികാരിയുമായ അഭിവന്ദ്യ എൽദോമാർ തെത്തോസ് മെത്രാപ്പൊലീത്തയുടെ മേൽനോട്ടവും നിഷ്കർഷയും സംഘാടകരുടെ മികച്ച ആസൂത്രണവും കുടുംബമേളയുടെ വൻ വിജയത്തിന് കാരണമായി. കോൺഫറൻസിന്റെ ആദ്യ ദിനമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്തപ്പെട്ട ഡെലിഗേറ്റ് മീറ്റിംഗ് ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്കും പൊതുജന നന്മയ്ക്കും ഉതകുന്ന വിവിധ പ്രവർത്തന പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി. ഭദ്രാസനാധിപൻ അഭിവന്ദ്യ എൽദോമോർ തിത്തോസ് അധ്യക്ഷം വഹിച്ച യോഗത്തിൽ ഭദ്രാസന സെക്രട്ടറി റവറന്റ് ഫാദർ ഡോക്ടർ ജെറി ജേക്കബ് സ്വാഗതം ആശംസിച്ചു. അഭിവന്ദ്യ ഗീവർഗീസ് മോർ കൊരിലോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് നിലവിളക്ക് കൊളുത്തി കുടുംബമേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അന്നേ ദിവസം 7:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലുമായി സഹകരിച്ച് നടത്തിയ അവാർഡ് നൈറ്റ് പ്രോഗ്രാം ഏറെ ശ്രദ്ധേയമായി. സാമൂഹിക സാംസ്കാരിക ശാസ്ത്ര മേഖലകളിലെ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. വിശുദ്ധ മത്തായി 7:20 എന്നതായിരുന്നു ഈ വർഷത്തെ സെമിനാറിന്റെ പ്രധാന ചിന്താവിഷയം. നല്ല ഫലം കായ്പാൻ അനുകൂലമായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന മഹാന്മാരായ ഹിറ്റ്ലറുടെയും മഹാത്മാഗാന്ധിയുടെയും ജീവിതകാലത്തെ ലോകം എങ്ങനെ ഉൾക്കൊള്ളുന്നുവെന്നത് നമ്മുടെ കൺമുൻപിലുള്ള 2 ഉദാഹരണങ്ങളാണെന്നും അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തന്റെ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അമേരിക്കയിലെയും കാനഡയിലെയും വിവിധ ദേവാലയങ്ങളിൽ നിന്നും എത്തിയ 100 കണക്കിന് വിശ്വാസികൾ 4 ദിവസം നീണ്ടുനിന്ന ഈ സെമിനാറിൽ പങ്കെടുത്ത് ആത്മീയ നിറവുള്ളവരായി. കൊടി, വർണ്ണക്കുട, മുത്തുക്കുട തുടങ്ങിയവയുടെ അകമ്പടിയോടെ ചെണ്ടവാദ്യ മേളങ്ങളുടെ താളക്കൊഴുപ്പോടെ അഭിവന്ദ്യരായ മെത്രാപ്പൊലീത്തമാരുടെയും വന്ധ്യ വൈദികരുടെയും കൗൺസിൽ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കുട്ടികളും യുവജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒത്തൊരുമിച്ച് അണിനിരന്ന് അടുക്കും ചിട്ടയുമായി നടത്തപ്പെട്ട വർണ്ണ പകിട്ടാർന്ന ഘോഷയാത്ര ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. പ്രോഗ്രാം കോർഡിനേറ്റർ റവറന്റ് ഫാദർ പോൾ തോട്ടക്കാടിന്റെ നേതൃത്വത്തിൽ കൃത്യമായി ചിട്ടപ്പെടുത്തിയ അജണ്ട അനുസരിച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെട്ട ഈ കുടുംബ സംഗമത്തിന് 20-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയോടെ സമാപനമായി. സമാപന യോഗത്തിൽ സംസാരിച്ച അഭിവന്ദ്യ ഇടവക മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഹ്രസ്വമായ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നവരായി നല്ല ഫലം കായ്പാൻ എല്ലാ സഭാമക്കളെയും ആഹ്വാനം ചെയ്തു. ഈ ചതുർദിന ആത്മീയ വിരുന്ന് വൻ വിജയമാക്കി തീർക്കുന്നതിന് ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം അതിനായി അഹോരാത്രം പ്രവർത്തിച്ച റവറന്റ് ഫാദർ ഡോക്ടർ ജെറി ജേക്കബ്, ശ്രീ ജോജി കാവനാൽ, ശ്രീ ജനു മഠത്തിൽ ആൻഡ് ടീംസ്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, വന്ധ്യവൈദികർ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയ ഏവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായും അറിയിച്ചു. ശ്രീ മാത്യു മഞ്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.